മുന്നണി പ്രവേശനം വാഗ്ദാനം ചെയ്ത് തൃണമൂൽ കോൺഗ്രസിനെ UDF കബളിപ്പിച്ചിട്ടില്ല എന്ന ഷാഫി പറമ്പിൽ 24-നോട് UDFുമായി സഹകരിക്കുന്നവരോട് തിരിച്ചും സഹകരിക്കും. പാലക്കാട്ടെ വിജയം നിലമ്പൂരിൽ ആവർത്തിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഷാഫി പറമ്പിൽ 24-നൊപ്പം ചേരുകയാണ്. അപ്പോൾ നിലമ്പൂരിൽ കൊടുമ്പിരി കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുമോ, ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? പിന്നെ പാർട്ടി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമല്ലോ. കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ വരും. ഇടയ്ക്ക് വടകരയിലെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ പാലക്കാട് ഇവിടെ ആവർത്തിക്കും എന്നുള്ളതാണോ? എന്താണ് ഈ നിലമ്പൂരിൽ ഉയർത്തുന്ന പ്രധാനമായിട്ടുള്ള വിജയിക്കുമെന്ന് കരുതുന്ന പ്രധാനപ്പെട്ട ഘടകം? അത് ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾക്കുള്ള അക്സെപ്റ്റൻസ്, അവർക്ക് ഇവിടുത്തെ ഭരണകൂടത്തോടും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയോടുള്ള വിയോജിപ്പ്, അവരുടെ പാർട്ടിക്കാർക്ക് പോലും ന്യായീകരിക്കാൻ കഴിയാത്ത ചെയ്തികൾ അവരുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എത്ര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്, ചിഹ്നത്തെ സംബന്ധിച്ച്, സ്വതന്ത്രനാണോ പ്രമുഖനാണോ പാർട്ടിക്കാരനാണോ എന്നത് സംബന്ധിച്ചൊന്നും കൃത്യമായിട്ടുള്ളൊരു ചിത്രം ഇപ്പോഴും CPM വരച്ച് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാവുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ല ഉള്ളത്. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്, രാഷ്ട്രീയമായൊരു പോരാട്ടം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പോരാട്ടമല്ല. ജനകീയ വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂടവും പ്രതിപക്ഷവും ഒക്കെ എടുക്കുന്ന നിലപാടുകളെ ജനം പരിശോധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. വാർത്തകളും വിവാദങ്ങളും എപ്പോഴും UDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ സംബന്ധിച്ചായിരിക്കും. പക്ഷേ റിസൾട്ടും ഈ പറയുന്ന വിവാദങ്ങളെയൊക്കെ അതിജീവിച്ച് UDFന് അനുകൂലമായത് നമ്മൾ പാലക്കാട് ഉൾപ്പെടെ കണ്ടതാണ്. അതുപോലെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെജോറിറ്റിയിൽ ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൻ്റെ MLA ആയിട്ട് വരും. ഈ തുടക്കത്തിലുള്ള ഒരു പ്രതിസന്ധി അത് ഇവിടെയും സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ PV അൻവർ ഉയർത്തുന്ന ചില പരാമർശങ്ങളൊക്കെ, അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ തുടക്കത്തിലൊരു പ്രതിസന്ധിയായിട്ട് അതിനെ കാണുന്നു. നിങ്ങളതിൻ്റെ വേറൊരു സൈഡ് നോക്കുക. ഞങ്ങൾ ഇലക്ഷൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി. ഞങ്ങളുടെ എന്തെങ്കിലും പ്രവർത്തനത്തെ ബാധിക്കുന്നതോ തീരുമാനങ്ങളെ ബാധിക്കുന്നതോ ആയിട്ടുള്ളൊരു കാര്യത്തിലെ പ്രതിസന്ധി എന്ന് വിളിക്കേണ്ടത്. മറ്റേത് വാർത്തകളാണ്. പിന്നെ PV അൻവറിൻ്റെ കാര്യമാണ് താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അത് അദ്ദേഹം എന്ത് സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അദ്ദേഹം തന്നെ ഉയർത്തിയ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഈ ആര് ജയിക്കണം എന്നുള്ളതാണ് ചോദ്യം. അതിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങളും നിലപാടെടുക്കും. പറഞ്ഞ പോലെ തന്നെ PV അൻവർ അദ്ദേഹം അന്ന് ഉയർത്തിയ കുറേ പ്രശ്നങ്ങൾ അതിൽ നിന്നൊക്കെ തെന്നിമാറുന്നു എന്നുള്ളത് ഇപ്പോൾ തോന്നുന്നുണ്ടോ ഈ ഒരു വിഷയം വരുമ്പോൾ? കാരണം അന്ന് പിണറായി അദ്ദേഹം ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. തെന്നി മാറുന്നത് വാർത്തകളാണ്. അദ്ദേഹം തെന്നി മാറിയിട്ടില്ല എന്ന് പറയാനുള്ള അവസരം അദ്ദേഹത്തിന് തന്നെ ഉണ്ട്. ഈ സ്ഥാനാർത്ഥിത്വത്തെയും തെരഞ്ഞെടുപ്പ് ഫൈറ്റിനെയും അദ്ദേഹം എടുക്കുന്ന നിലപാടനുസരിച്ച് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ തയ്യാറാണെന്ന് UDFും പറയുന്നുണ്ട്. പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു 5 മാസത്തോളമായി UDFൻ്റെ ഘടകകക്ഷിയാക്കാന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലെ ചർച്ചകൾ ഓരോ ദിവസവും അത് നീട്ടി കൊണ്ടുപോയി ഒരു കബളിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ അവർക്ക് വരുന്നത്? ഞങ്ങൾ ആരെയും കബളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. UDFുമായി സഹകരിക്കുന്നവരെ പൂർണ്ണമായും സഹകരിപ്പിക്കാൻ തന്നെയാണ് UDF തീരുമാനം. ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകും. അല്ല, ജനങ്ങൾ ആവശ്യപ്പെടുന്ന അതാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അതനുസരിച്ച് പെരുമാറുക എന്നുള്ളത് ഞങ്ങളുടെ മേലുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്ര ഫാസ്റ്റായിട്ട്. ഇപ്പോൾ കാൻഡിഡേറ്റ് ഡിക്ലറേഷൻ വരുമ്പോൾ വലിയ പൊട്ടിത്തെറി വരുന്നല്ലോ എല്ലാവരും പറഞ്ഞിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥിയെ ആദ്യം ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്ത VS ജോയ് എന്ന DCC പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. വിപിൻ C. വിജയൻ, 24 നിലമ്പൂർ.